तत्सुवर्णकं हिरण्यमभवतो तत्सुवर्णस्य हिरण्यस्य जन्म एवं सुवर्णस्य जन्म वेद सुवर्ण आत्मना भवति याः फलनेभ्यः फलाः पुष्पायाश्च पुष्पणेः बृहस्पति प्रसूतास्तानो मुञ्चन्त्वगं हसः हिरण्यपात्रं मदोत्पूर्णं ददाति मदव्यसानेति एकदा ब्रह्मण उपहरति एकदैव यजमानः यस्तेजो ददाति रक्षां धारयामि। यो वेदादो स्वर प्रोक्तो वेदान्ते च प्रतिष्ठितः तस्य प्रकृतिलीनस्य परस्य महेश्वरः। यानि कानि च पापानि जन्मान्तर्गतानि च तानि तानि विनश्यन्ते प्रदक्षिणं पदे पदे तस्मात् कारणे भावेन रक्ष रक्ष गृहाधिप आत्मप्रदक्षिणंस्कारान् समर्पयामि। ചേട്ടനും ചേച്ചിയൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലെ സന്തോഷം ചിരിയൊക്കെ ഇതിലും കൂടുതൽ ഉണ്ടാവാറുന്നില്ല അച്ഛാ. അവര് രണ്ടുപേരും ഇല്ലാതെ ജീവിക്കുന്നത് നമ്മുടെ തലവിധിയല്ല അച്ഛാ, അല്ലേ? ശരിയ ഭാർഗവി, ഇന്ന് ഇന്ദ്രനും വാണിയില്ലാത്തത് ഓർക്കുമ്പോ വല്ലാത്തൊരു വേദനയാ. വിധി എന്തിനാ അവരെ ഇത്രയും വേഗം അങ്ങ് കൊണ്ടുപോയത്? ഇല്ല, ഇന്ന് ഞാനിവിടെ മിണ്ടാതിരിക്കില്ല. അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ ഇന്ന് എല്ലാവരോടും പറയും. ഇത്രയും ദിവസം ഞാൻ കുടിച്ച് വെളിവില്ലാതെ പറയുന്നതാണെന്നല്ലേ പറഞ്ഞത്. ഇന്ന് ഞാൻ കുടിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ കുടിക്കില്ല. ഇന്ന് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കും. വിധി നമ്മുടെ കയ്യിലല്ലല്ലോ അച്ഛ. പക്ഷേ വിധിയുണ്ടാക്കുന്ന മുറിവുകൾ അല്പം വൈകിട്ടാണെങ്കിലും വിധി തന്നെ ഒരു ഔഷധം കണ്ടെത്തി തരും. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ചേച്ചിയെ പോലെ തന്നെ ഒരു മരുമകൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. രാമന്റെ സന്തോഷത്തില് നമ്മളെല്ലാവരും നമ്മുടെ ഈ ദുഃഖങ്ങൾ മറക്കണം. അതെ മോളെ, മറക്കണം. രാമനും സീതയും ചേർന്ന് നിൽക്കുന്നത് കണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ. ഈ ലോയർ ഇതുവരെ എത്തിയില്ലല്ലോ. ഈ ഹോമം തീയൊക്കെ ഒരു മറ മാത്രം. എനിക്ക് ഇന്ന് തന്നെ ആ വെല്ലില് വാണി എന്ത് എഴുതി വച്ചതെന്നറിയണം. ഇനി എങ്ങനെയാ സത്യം തുറന്നു പറയാ? പാവം എന്റെ അച്ഛൻ. അദ്ദേഹത്തിന് ആ ഭാർഗവിയുടെ തനിനിറം അറിയില്ലല്ലോ. ഒരു തരത്തിൽ ഈ വയസ്സനാം കാലത്ത് കളിയും ചിരിയുമായിട്ട് അങ്ങ് പോകുന്നുണ്ട് പാവം. ഇപ്പൊ ഞാൻ സത്യം തുറന്നു പറഞ്ഞ് വെറുതെ അവരുടെ സമാധാനം കൂടി കളയണോ? കഴിയില്ല, എനിക്ക് കഴിയില്ല. അവരുടെ മകനായിട്ട് ഒരു ദിവസം പോലും അവർക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. ഇപ്പോ സോറി ചേച്ചി, ചേട്ടാ, ഐ എം സോറി, റിയലി വെരി സോറി. ലോയർ ചക്രവാണി സാർ, നമസ്കാരം. നമസ്കാരം. കറക്റ്റ് സമയത്ത് ഒരു ഇമ്പാക്ട് പ്ലെയറെ പോലെ വന്നത്. ഭർഗു, നമസ്കാരം. എൻ്റെ അപ്പു നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു.
ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. ഇരിക്കൂ. ആ ശരി, വരൂ. ലോയർ സാറേ, നിങ്ങളെ കണ്ടിട്ട് കുറെ വർഷമായി കേട്ടോ. അടുത്ത് നിങ്ങൾ വീട്ടിൽ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. അന്ന് പക്ഷെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഓരോരോ തിരക്കുകളല്ലേ സാറേ. അതെ, ഇന്ന് ചേട്ടന്റെയും ചേച്ചിയുടെയും പേരിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരൂ, ഇവിടെ ഇരിക്കാം. ദേശായി സാറ് നേരിട്ട് വിളിച്ചു പറഞ്ഞാ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് കരുതി ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ കഴിയില്ല. അവരെവിടെയാ ഉള്ളത്? അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചു പൊക്കോളാം. എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആണോ? അത് പിന്നെ അച്ഛൻ അകത്തുണ്ട്. അത് പിന്നെ അച്ഛൻ അകത്തുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഒരു കാര്യം, അകത്ത് പോയിരുന്ന് സംസാരിക്കാം. ഓ ശരി. ആയിക്കോട്ടെ. അശോക, നീയും പ്രിയെ ഒന്നിച്ചായിരിക്കില്ലേ വരുന്നേ? മുത്തശ്ശൻ കല്യാണം കഴിഞ്ഞത് മുതൽ നിന്നെയും പ്രിയെ ഒന്നിച്ച് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുക. ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. അപ്പൂ, ശരിടാ, രണ്ടാളൊന്ന് വേഗം വരാൻ നോക്ക്. വന്നിട്ട് കാണാം. ബൈ. പറമേമ. ലോയർ വന്നിട്ടുണ്ട്. നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. പൂജകൾ തുടങ്ങുന്നതിന് മുമ്പ് അതങ്ങ് തീർത്തേക്ക്. പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അതങ്ങ് സംസാരിച്ച് തീർത്തേക്ക്. ഓക്കെ മേമ. അപ്പൂ, സീതയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ആ മേമ, സീത, സിഹി, അവളുടെ ചേട്ടനും ചേച്ചി എല്ലാരും വരുന്നുണ്ട്. വരട്ടെ. അവര് വന്നാലേ ഇന്നത്തെ പൂജയ്ക്കൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. എന്നാലേ നിന്റെ അമ്മയ്ക്കൊരു സന്തോഷാവുള്ളൂ. ശരി മേമ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഐ എം ഗുഡ് അങ്കിൾ. സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ആക്ച്വലി വീട്ടിലേക്ക് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓഫീസിലേക്ക് വരായിരുന്നു, അപ്പോഴത്തേക്ക് നിങ്ങളിങ്ങ് എത്തിയല്ലോ. ദേശായി സാറ് വിളിച്ചാ വരാതിരിക്കാൻ പറ്റുമോ? പക്ഷേ പൂജ കഴിയുന്നവരെ നിൽക്കാൻ സാധിക്കില്ല. രാമ, നിന്റെ കല്യാണത്തിന് മുന്നേ വില്ലിൽ എന്തൊക്കെയുള്ളതെന്ന് നീ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ചോദിച്ചോട്ടോ. ഓക്കെ മുത്തശ്ശ. അച്ഛാ, പൂജാരി അച്ഛനെ വിളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ടൊന്ന് വരാവോ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ, ഞാൻ രാമനോട് സംസാരിച്ചോളാം. കുഴപ്പമില്ലേ? കുഴപ്പമില്ല. ഏതായാലും എല്ലാം അവൻ്റെ തന്നെയല്ലേ, അവനുണ്ടായ മതിയല്ലോ അല്ലേടാ. നിങ്ങൾ നോക്കിയോ. ഇതൊന്നും തൽക്കാലം ആരോടും പറയണ്ട, സമയമായിട്ട് മതി. കെയർഫുൾ. എന്തു പറ്റിയെങ്കിൽ? ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടോ? അതുകൊണ്ടല്ല, വേറെ ആരും വരാതിരിക്കാൻ വേണ്ടിയാ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നതായിരുന്നു നല്ലത്. എന്തൊക്കെയായാലും ഇങ്ങോട്ട് വന്നതല്ലേ, ഇവിടെ വെച്ച് സംസാരിക്കാം. കൊട്ടാരം പോലെ ഉണ്ടല്ലോ. ഇത്രയും വലിയ വീടൊക്കെ ഉള്ള കാര്യം പോലും നമ്മൾ അറിഞ്ഞില്ലല്ലോ. വലിയ വലിയ ആൾക്കാരുടെ വീടൊക്കെ ഇങ്ങനെയുള്ളതാ. ഇനി ഇങ്ങനത്തെ എത്ര വീടുണ്ടോ ആവോ. വരൂ, അകത്തേക്ക് പോവാം. വാ മോളെ. ഇവിടുത്തെ അടുക്കളയുടെ അത്രയും വലിപ്പമില്ലാത്ത വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടുമല്ലോ. അവരുടെ ഭാഗ്യം. അല്ല, താമ്പൂലം കൊണ്ടുവന്നിട്ടില്ലേ? അല്ല, ഇനി അഥവാ അവരെങ്ങാനും ഓക്കെ പറഞ്ഞ താമ്പൂലം കയ്യോടെ ഞാൻ കൊടുത്ത് കല്യാണം നമുക്ക് ഉറപ്പിച്ചിട്ട് പോന്നേ. കല്യാണം അങ്ങ് ഉറപ്പിച്ചിട്ട് പോവാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വായിൽ എന്താ പ്ലാസ്റ്റർ ഒട്ടിച്ചേക്ക് വരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങുമ്പോ എടുക്കാറുന്നല്ലോ. ആ തിരുവായൊന്ന് അടച്ചു വെക്കാമോ? നടക്ക്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നോക്കറാം, നിന്റെ മുത്തച്ഛൻ വില്ലിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു തവണ കൂടി ഞാൻ പറയാം. ഉള്ള വസ്തുക്കളെല്ലാം നിന്റെ മുത്തച്ഛൻ 2 ഭാഗമാക്കിയിട്ടുണ്ട്. ഒരു ഭാഗം നിന്റെ അച്ഛന്റെ പേരിലും ഒരു ഭാഗം നിന്റെ അമ്മയുടെ പേരിലുമാണ് എഴുതിയത്. ഇപ്പോ നിന്റെ കല്യാണം ആകുന്നതുകൊണ്ടും ദേശായി സാറിന് പ്രായമായി വരുന്നതുകൊണ്ടും എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച്
ആ വില്ല് ഒരിക്കൽ കൂടി വായിപ്പിച്ച് അവരുടെ ബാക്കിയുള്ള 2 മക്കളോട് അനീതി കാണിക്കാതിരിക്കാൻ നിന്റെ അച്ഛന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലേക്ക് ആക്കാൻ മുത്തച്ഛൻ പറഞ്ഞു. അങ്കിൾ, ഇത്രയും കോംപ്ലിക്കേഷൻസിന്റെ ആവശ്യമുണ്ടോ? സ്വത്തിൽ ഈക്വൽ ഷെയർ കിട്ടുന്ന വിധത്തിലാണെങ്കിൽ അതല്ലേ ബെറ്റർ? എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ? അത് സാധ്യമല്ല. അതെന്താ? അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്താ. വാണി മോള് അവരുടെ ആസ്തിയെല്ലാം നിന്റെ പേരിൽ കിട്ടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു കണ്ടീഷനുണ്ട്. അത് നിനക്ക് മറ്റൊരാൾക്കും കൊടുക്കാൻ കഴിയില്ല. അത് മാത്രവുമല്ല, ഇതിനെക്കുറിച്ച് ഈ നിമിഷം വരെ ഞാൻ ദേശായി സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹത്തിന് പോലും അറിയാത്ത കാര്യമാണ്. വാണി, അതിനു മാത്രം നീ വില്ലിൽ എന്താ എഴുതിയത്? അതെന്താ അങ്കിൾ? നിന്റെ അമ്മ നിന്റെ പേരിലുള്ള വസ്തു മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല എഴുതിയത്, പ്രധാനമായിട്ടും നിന്റെ പേരിലുള്ള വസ്തു ഈ വീട്ടിൽ ആർക്കും പങ്കുണ്ടാവില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട്? ഈ വീട്ടിലെ വേറെ ആർക്കും അത് കൊടുക്കാൻ സാധിക്കില്ലേ? അല്ല, അമ്മ എന്തിനാ അങ്ങനൊക്കെ എഴുതിയത്? അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എന്താന്ന് വെച്ചാൽ വാണിമോള് ഈ വില്ല 1-2 തവണ മാറ്റി എഴുതിച്ച് അത് തിരുത്തിയാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നതാണ് സത്യം. അതിൻ്റെ കൂടെ ഒരു അഡീഷൻ കൂടി ഉണ്ടായിരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനുള്ള അവകാശം എഴുതിയിട്ടുണ്ട്. നിന്റെ മക്കളുടെ കാര്യത്തിലും അതെ. അങ്ങനെ വരുമ്പോൾ നിന്റെ കുടുംബ സ്വത്ത് നിന്റെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. പക്ഷേ അത് നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ്. അതുമാത്രവുമല്ല, ഈ വീട്ടിലുള്ള മറ്റൊരാൾക്കും ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ക്വൈറ്റ് സ്ട്രേഞ്ച്. അല്ല, അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇവിടെയുള്ളവരെ ഒന്നും അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? അതെനിക്കറിയില്ല. അതിൻ്റെ ഉത്തരം നീയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഒന്ന്, വാണിമോൾക്ക് അവളുടെ വീട്ടുകാരവളെ അപായപ്പെടുത്തുമെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രഹസ്യമായിട്ട് എന്നെ വിളിച്ച് വില്ലിൽ ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയത്. പക്ഷേ ആ പേടി എന്തിനാ? ആരായിരുന്നു അവളെ അപായപ്പെടുത്തിയിരുന്നത്? ഒന്നും എനിക്കറിയില്ല. എന്നെ കാണാൻ വരുമ്പോഴൊക്കെ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊന്നും ഞാൻ മുത്തശ്ശനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വാണിമോള് തൻ്റെ വില്ലിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആരോടും പറയരുതെന്ന് കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഫാമിലി ലോയർ ആവുമ്പോൾ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചത് അതുപോലെ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ധർമ്മം. നിന്റെ മകനുള്ള ആസ്തി ഭദ്രമാക്കിയത് കൂടാതെ വീട്ടുകാരെ എല്ലാം സംശയമാണെന്ന് നീ ലോയറോട് പോയി പറഞ്ഞിരുന്നോ? ഇനിയും എന്തൊക്കെയാ ചെയ്തു വച്ചിരിക്കുന്നത് വാണി? നമസ്കാരം. ഓ, നമസ്കാരം. നമസ്കാരം. ആ, സീത വന്നോ? വാ സീത, വാ. വരൂ 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 വരൂ. നമസ്കാരം മോളെ. നിങ്ങളെല്ലാവരും വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാധന, അവർക്ക് കുടിക്കാനുള്ള എന്തെങ്കിലും റെഡിയാക്കും മോളെ. അയ്യോ വേണ്ട, കുഴപ്പമില്ല. ഇതെന്റെ ചേട്ടനും ചേച്ചിയാ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സുദേശ് എന്നാ. ഇവള് എന്റെ ഭാര്യ സുലോചന. നമസ്കാരം. നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമസ്കാരം. ഹായ് സീത. ഞങ്ങള് ഈ കമ്പനിയുടെ ഓണർ ഉണ്ടല്ലോ, അവരുടെ ഫാമിലി ഫ്രണ്ടാ.
ഞങ്ങൾ എന്താ റോഡിൽ കൂടെ പോകുന്ന പിച്ചക്കാരാണെന്നാണോ കരുതിയേ? ഇവരാണോ ഇത്രയും ചീപ്പായ ആളുകളുടെ അടുത്ത് നിന്നൊരു കല്യാണാലോചന വേണോ? ശരിക്കും ഞങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിക്കണമായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഉള്ളൊരു തുടക്കം എന്നുള്ള നിലയില് എന്റെ മൂത്ത മരുമകള് പറഞ്ഞുകൊണ്ടാണ് ഈ ഹോമമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അതിനിപ്പോ കുഴപ്പമൊന്നുമില്ലെന്നേ. ആരാരുടെ വീട്ടിൽ ആദ്യം വന്നു എന്നതിൽ എന്തിരിക്കുന്നു? കല്യാണം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ളതൊക്കെ വെറും ചടങ്ങ് മാത്രമല്ലേന്നേ. നിങ്ങൾ എല്ലാരും ഒരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വാ. ശുഭകാര്യങ്ങള് വൈകിപ്പിക്കരുതെന്നല്ലേ? Okay. I'll be there. Don't worry. റാം, എനിത്തിങ് സീരിയസ്? അങ്കിൾ, എനിക്ക് ഉടനെ ഒന്ന് ദുബായ് വരെ പോകണം. നമ്മുടെ ഓവർസീസ് കമ്പനീസിൽ എന്തോ ഒരു ഇഷ്യൂ പോലെ. സോ ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ഐ ഹാവ് ടു ഗോ ദർ. നീ പോയി വരൂ രാമ, ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഷുവർ അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഓ, രാമൻ വന്നോ? ഇനി ഹോമം തുടങ്ങാമല്ലോ. മുത്തശ്ശ, ആക്ച്വലി എനിക്കൊരു എമർജൻസി വർക്ക് ഉണ്ട് മുത്തശ്ശ. എനിക്ക് പോയേ പറ്റുള്ളൂ. എന്താ പോണെന്നോ? എങ്ങോട്ട്? അല്ല രാമ, ഹോമം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ എങ്ങോട്ടായി പോകുന്നേ? ദുബായിലേക്കാ ചെറിയ. വാട്ട്? എന്താ എന്തീ പറയുന്നപ്പോ? യാ മേമ, ടാക്സ് അതോറിറ്റിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. വേഗം ദുബായിൽ എത്തിയേ പറ്റുള്ളൂ. അതിന് നീ തന്നെ പോണമെന്നുണ്ടോ? ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞയച്ചാ പോരെ? അങ്ങനെ മറ്റൊരാളെ ഈ ജോലിക്ക് അസൈൻ ചെയ്യാനൊന്നും പറ്റില്ല മുത്തശ്ശ. ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണമെന്നാ. സീത, ഐ എം റിയലി സോറിയാ, ഡോണ്ട് മൈൻഡ്. ഇതെന്താ അപ്പു? ചേട്ടന്റെയും ചേച്ചിയുടെയും പേരിൽ ആദ്യമായിട്ടൊരു പൂജ നടക്കുന്നത്. അതിന് നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് മാത്രമല്ല, സീതയുടെ ബന്ധുക്കളെയും കൂട്ടി ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നത്. അവരെങ്ങനെ നിർത്തിയിട്ട് പോയാൽ എങ്ങനെയാ? അതേ രാമ, അറ്റ്ലീസ്റ്റ് ഈ മാച്ച് അവസാനിപ്പിച്ചിട്ട് പോയാ പോരെ? അളിയ, ഇത്തരം പൂജയൊന്നും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവരുത്. അപശകുനം ഉണ്ടാവും. അതെ രാമ, നീ നടത്തേണ്ട ഹോമമല്ലേ, അങ്ങനെയൊന്ന് നിർത്തിപ്പോവല്ലേ. മുത്തശ്ശ, സർവ്വ ദൈവങ്ങളെക്കാളും കർത്തവ്യമാണ് പ്രധാനമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറ്. ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ ആ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയാ. പക്ഷെ ഇവിടെ നടക്കുന്നത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഹോമോ. നീ ഇവിടെ ഉള്ളതല്ലേടാ നല്ലത്. സത്യമാ മുത്തശ്ശ, പക്ഷെ വേറൊരു രാജ്യത്ത് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ തന്നെയല്ലേ ബിസിനസ് നടക്കുന്നത്. ഇനി അഥവാ ഞാൻ അവിടെ പോവാതെ ഈ ഇഷ്യൂ വലുതായെന്ന് വിചാരിച്ചേ, ആർക്കാ അതിന്റെ പേരുദോഷം? എന്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെയല്ലേ പേരുദോഷം. അവരുടെ പേരിൽ ഇങ്ങനൊരു ഹോം നടത്തുന്നത് മാത്രമല്ല ഇമ്പോർട്ടന്റ്, അവരുടെ പേര് കീപ്പ് ചെയ്യുന്നതും ഇമ്പോർട്ടന്റാ. അതാ എന്റെ വിശ്വാസം. ദേവി തന്നെ പറഞ്ഞേക്കും മുതച്ച, പ്ലീസ്. എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഹോമം നടത്തിയ ഇവന്റെ പേരിലുള്ള വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചപ്പോ ഈ ഹോമത്തിനും വിഘ്നം സംഭവിച്ചല്ലോ. ഹോമം പകുതിക്ക് വെച്ച് നടത്തുന്നത് തെറ്റോ അപശകനോ വല്ലോ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഹോമം എനിക്ക് തുടങ്ങാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പൂജാരി? ആവാലോ, അത്രയ്ക്ക് അനിവാര്യമാണെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾക്ക് പോവാലോ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ. ഓം ഭൂർഭുവസ്വരോമിതി അഗ്നിം പ്രതിഷ്ഠാപ്യ अग्निमिद्वा वैश्वानराय विद्महे लालीलाय धीमहि तन्नो अग्निः प्रचोदयात्.
ദേശായി സാറേ, എനിക്ക് എമർജൻസി ആയിട്ട് ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ? ചക്രവാണി സാറേ, ഇതാണ് നമ്മുടെ സീത, നമ്മുടെ രാമൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി. ഇവളുടെ ചേട്ടനും ചേച്ചി അവര്. വലിയ സന്തോഷം. ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ഇതെന്താ അച്ഛാ, ആദ്യമായിട്ട് ഇവിടെ ചേട്ടന്റെയും ചേച്ചിയുടെയും പേരിൽ ഒരു പൂജ നടത്തിയതാ. അതിന് അവൻ തന്നെ ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളെങ്കിലും ഒന്ന് പറ. അവൻ അവന്റെ കർത്തവ്യം എന്ന് പറഞ്ഞു പോകുമ്പോ ഞാനിനി എന്താ മോളെ പറയണ്ടേ?